A+ ട്യൂബിലേക്ക് സ്വാഗതം. വളരെയധികം ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പുതിയൊരു മൊബൈൽ ആപ്പ് വാഹനങ്ങളുടെ പുക പരിശോധനയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹൻ 2 എന്ന പേരിലുള്ളതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. കേരളത്തിലെ എല്ലാ പുക പരിശോധന കേന്ദ്രങ്ങളിലും ഇപ്പോൾ ഈ ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ പുക പരിശോധന നടത്തേണ്ട വാഹനത്തിൻ്റെ ഫോട്ടോ, വാഹനം പുക പരിശോധന കേന്ദ്രത്തിൽ കിടക്കുന്നതായ വീഡിയോ, വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് എന്നിവയെല്ലാം ഈ വാഹൻ 2 എന്ന ആപ്പിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് പുക പരിശോധന ഇപ്പോൾ ആരംഭിക്കുന്നത്. വാഹന പുക പരിശോധനയിലെ ക്രമക്കേടുകൾ തടയുക എന്നതാണ് ഈ പുതിയ ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുക പരിശോധനാ കേന്ദ്രങ്ങളിൽ 50 മീറ്റർ ചുറ്റളവിൽ മാത്രമായിരിക്കും ഈ മൊബൈൽ ആപ്പ് പ്രവർത്തിക്കുക. പുക പരിശോധനാ കേന്ദ്രങ്ങളിലെ 3 ഫോണുകളിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വാഹനത്തിൻ്റെ പുക പരിശോധന നടത്തിയ ശേഷം സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമേ വാഹനത്തിൽ നടത്തിയിട്ടുള്ള പുക പരിശോധന ശരിയായോ അഥവാ സക്സസ് ആയോ ഫെയിലൂർ ആയോ എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതും ഈ മൊബൈൽ ആപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ടെസ്റ്റിൽ പാസ്സാകാത്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പാസ്സായില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും നൽകുക. പരാജയപ്പെട്ട് കഴിഞ്ഞാലും ടെസ്റ്റിംഗ് ഫീസ് നൽകേണ്ടി വരും എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാന അപാകത. ടെസ്റ്റ് നടത്തി അത് ഫെയിലൂർ ആണെങ്കിലും നമ്മൾ പരിശോധനയ്ക്കായി നൽകേണ്ട ടെസ്റ്റിംഗ് ഫീസ് കൊടുക്കണം എന്ന് അർത്ഥം. ഈ ടെസ്റ്റിൽ പരാജയപ്പെട്ട വാഹനങ്ങൾ വീണ്ടും തകരാറുകൾ പരിഹരിച്ച് ടെസ്റ്റ് നടത്താൻ വേണ്ടി പോകേണ്ടതുണ്ട്.